സർവകലാശാലയ്ക്ക് മുന്നിൽ തന്നെയാണുള്ളത്. ഇവിടെ ഇപ്പോൾ പ്രതിഷേധം ഏകദേശം 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും ശക്തമായ പ്രതിഷേധമാണ് യോഗത്തിൽ ഉന്നയിക്കുന്നത്. ആദ്യ നടപടിക്രമങ്ങൾ പോലും, അതായത് സെനറ്റ് യോഗം ആരംഭിച്ചു. മുൻ VC ആയിരുന്ന VP മഹാദേവൻ പിള്ളയുടെ അന്തിമോപചാര ചടങ്ങുകൾ അതുമായി ബന്ധപ്പെട്ട അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അതിനുശേഷമുള്ള നടപടിക്രമങ്ങളൊന്നും നടന്നിട്ടില്ല. ചോദ്യം ഉന്നയിക്കാനുള്ള സെനറ്റ് അംഗങ്ങളുടെ നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ തന്നെ പ്രതിഷേധവുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരെ VCയുടെ ചേംബറിന് മുന്നിലേക്ക് വരികയായിരുന്നു. ആദ്യ ആവശ്യം, പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഡീനിനെ, ആ യോഗത്തിലുള്ള ഡീനിനെ പുറത്താക്കുക എന്നുള്ളതാണ്. ജാതി വിവേചന പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഡീനിനെ ഈ യോഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുകൊണ്ട് യോഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എടുത്തു. ഇപ്പോഴും സെനറ്റ് യോഗത്തിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തയ്യാറായിട്ടില്ല. അതേസമയം VCയെ പിന്തുണച്ച് സെനറ്റ് അംഗങ്ങൾ, BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും BJP അനുകൂല സെനറ്റ് അംഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് VCയെ ഞങ്ങൾ ഏത് രീതിയിലും സംരക്ഷിക്കും, ഒപ്പം ഡീനിനെയും സംരക്ഷിക്കും, അങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ BJP അനുകൂല സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും 1.5 മണിക്കൂറായി പ്രതിഷേധം തുടരുന്നു. പ്രതിഷേധത്തിന് പിന്മാറാൻ ഇപ്പോഴും ഇടത് അംഗങ്ങൾ തയ്യാറായിട്ടില്ല. എന്തായാലും ഇപ്പോഴും ഡീൻ അടക്കമുള്ളവർ അകത്ത് തന്നെ ഉണ്ട്. അവിടെ നിന്ന് ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സർവകലാശാലയ്ക്ക് പുറത്തും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്.